ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലും FC മൊബൈലിൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൗട്ടിങ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഏകദേശം ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് കളിക്കാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൗട്ടിങ് ക്യാമ്പ് എങ്ങനെ ഉണ്ടെന്നാണ് ഗേസ്. അപ്പോൾ നമുക്ക് അതെന്തായാലും ട്രൈ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അങ്ങനെ നമ്മൾ എന്താ കേസ് നമുക്ക് കളിച്ചു തുടങ്ങാം. അതിന് മുമ്പ് ഇതാണ് കേസ് നമ്മുടെ പ്ലേയേഴ്സ്. എല്ലാവരും നല്ലതാണ്, ആരെടുത്തും മാറ്റാൻ പറ്റില്ല, എല്ലാവരും നല്ലവരാണ്. അങ്ങനല്ല പറഞ്ഞേ, നല്ല കിടിലം പ്ലേയേഴ്സാണ് കേസ്. അപ്പം ഞാൻ എന്തായാലും പറ്റി താമസിപ്പിക്കുന്നില്ല, ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അതുപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇനിയും കുറച്ച് നേരം എടുക്കും കേട്ടോ തുടങ്ങാൻ ഗൈസ്. നമുക്കപ്പം നോക്കാം നമ്മളെ കൊണ്ട് ഇവന്മാരെ പൊട്ടിക്കാൻ പറ്റുമെന്ന്. കാരണം ഇതൊന്നും ഭയങ്കര പാടാണ് ഇവന്മാരെ പൊട്ടിക്കാൻ. നമ്മളെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ജയിക്കണം ഗൈസ്. ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു 500 ലൈക്ക് തരണം ഗൈസ്. 500 ലൈക്കാണെന്ന് ഗൈസ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. അത് നമ്മൾ ഈ ഇത് ജയിക്കുവാണെങ്കിൽ ഗൈസ് നിങ്ങളെ 500 ലൈക്ക് എനിക്ക് തരണം. ബട്ട് ഗൈസ് നിങ്ങൾ തരേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഞാനിപ്പോൾ തന്നെ ഇത് തോറ്റു വെക്കുള്ളൂ ഗൈസ്. ഇവന്മാരെന്തായാലും ഇപ്പം തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഗൈസ്? നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കുന്ന ആളല്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. അറിയാവുന്നവരാണെങ്കിൽ പറ, അറിയത്തില്ലെങ്കിൽ അതൊട്ട് കേൾക്കുമെന്ന് പറ. ഇവിടെ കണ്ടോ ഇവന്മാരുടെ ടാക്കിള് കണ്ടോടാ. ഇവന്മാരുടെ ടാക്കിള് കണ്ടാൽ അവനെ അങ്ങ് അടിച്ച് വീഴ്ത്തി. അവൻ ബോൾ കൊണ്ടുമില്ല. എടാ അതെങ്ങനെയാണ് ഗോൾ അടിക്കുന്നത്? എന്ത് പരിപാടിയാണ്? നമുക്ക് ഈ സ്റ്റിക്കർ കിട്ടാൻ. എടാ അതെന്തുവാ ഗൈസ്? ഞാൻ പറഞ്ഞത് നമ്മുടെ സ്കൗട്ടിങ് ക്യാമ്പും മുടിഞ്ഞ ഡിഫിക്കൽട്ടാണ് ഗൈസ്. നമുക്കിത് ജയിക്കാൻ പറ്റില്ല. ഞാൻ പറയാം, അതായത് കേസ് ഓടി വരുത് കേസ് എന്നെ കൊല്ലാൻ വേണ്ടി. ഗസിയുമാരെ ഞാൻ വീഴ്ത്തും. പെനാൽറ്റി ആയാലും എന്തോ തേങ്ങ കിട്ടുമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേസ്. ഞാൻ വീഴ്ത്താൻ സ്ലൈഡാണ് കേസ് കൊടുത്തത്, പക്ഷെ ഷൂട്ടായിപ്പോയി. ഗസിയുമാരെ ഞാൻ വീഴ്ത്തും കണ്ടോ. ഇനി ഞാൻ ഗോൾ അടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അടുപ്പിക്കത്തില്ല. എടാ ഇവനെന്ത് കൺട്രോൾ ചെയ്തോടെ? ആരാടാ പറഞ്ഞ അവനോട് പാസ് കൊടുക്കാൻ? ഇനി ഞാൻ ഗോൾ അടിപ്പിക്കാൻ സമ്മതിക്കത്തില്ല ഗൈസ്, പക്ഷേ അവന്മാർ ഗോൾ അടിക്കും. എന്താണ് പെനാൽറ്റിയാണ് ഗൈസ്. എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. അതോ ഓഫ് സൈഡാണോ അതോ ഫ്രീ കിക്കാണോ? യെല്ലോ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, അവന്മാർക്കാണ് കിട്ടിയത്. ഗൈസ് ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്. ഗോളിയെ കൊണ്ട് ഞാൻ എന്തായാലും കൊണ്ടുവന്നില്ല, കാരണം ഗോളിയെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. ഇവിടെ എന്തോ ഞാൻ അമ്മമാർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ ഗൈസ്. ഹാളൻഡിൻ്റെ ഒക്കെ ഡിഫെൻഡിങ് നിങ്ങൾക്ക് അറിയാമല്ലോ ഗായ്സ്. ഇത് കള്ളക്കളിയാണ്. ഇത് എന്തോന്നറിയാം, ഇത് കമ്പ്യൂട്ടർ വല്ലതും മനുഷ്യന്മാർ തന്നെയാണോ കളിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. നല്ല ഗൈസ്, ഇത് ഹ്യൂമൻസ് അല്ല കളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ എടുത്താലും ഇത് ഗെയിം കിട്ടും. ഫൈൻഡിങ് ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും കിട്ടും. ഇത് കമ്പ്യൂട്ടറാണ് ഗൈസ്, അതാ ഇത്രയും ഡിഫിക്കൽട്ട്. ഒരു ഹ്യൂമൻ ശരിക്കും കളിക്കുവാണെങ്കിൽ അങ്ങനെ വരത്തില്ല. സീഡാൻ
ഓ ഗൈസ്, യുവമാർ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പാസ് കൊടുക്കണം. അതാണ് യുവമാർ അടുത്തെടുക്കാൻ പറ്റിയ ഒരു സ്കില്ലെന്ന് പറയാമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഗൈസ്, ഇവന്മാരിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബോള് കൊണ്ടുപോകും. ഞാൻ ഇവന്മാരിട്ട് പൊട്ടം കളിപ്പിക്കാൻ നോക്കുകയാണ് ഗൈസ്. ഇവന്മാർ പക്ഷെ എന്നെയാണ് ഇപ്പോൾ പൊട്ടം കളിപ്പിക്കുന്നത്. അവന്മാരുടെ ടച്ചില്ലേ, അതാ ഞാൻ പറഞ്ഞത്. ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഗൈസ് അടിക്കാനുള്ള. കണ്ടോ ഗൈസ്, ഹാഫ് ടൈം ആയതേ ഉള്ളൂ. കണ്ടോ ഗൈസ്, നമ്മൾ സ്റ്റിക്കർ വിട്ടിട്ട് അവന്മാർ ഒരു റെസ്പോണ്ടും ഇല്ല. ബിക്കോസ് ഷീസ് നോട്ട് എ ഹ്യൂമൻ. ഗൈസ് കയറും കയറും കയറും, ഇങ്ങോട്ട് പാസ്വേഡ് നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം ഗൈസ്. ഗോളാവത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഓഫ് സൈഡ് ആയല്ലോ ഗൈസ്. ഞാൻ ഈ വീഡിയോ ചുമ്മാ പറഞ്ഞാണ് ഗൈസ് നമ്മുടെ ലൈക്കിൻ്റെ കാര്യം. ബിക്കോസ് ഇത് നമുക്ക് കിട്ടത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണെന്ന്. കാരണം നല്ല ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഈ സ്കൗട്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടാണ് ഗൈസ്. അത് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായല്ലോ. കണ്ടോ, ഹ്യൂമർ സ്കില്ലും ഉണ്ടോ ഗൈസ്. നമുക്കൊരിക്കലും ഹ്യൂമർ നിർത്താൻ പറ്റത്തില്ല. ഗോള് എനിക്കറിയാം ഗൈസ്. ഹ്യൂമർ പ്ലെയേഴ്സിൻ്റെ കൊണ്ടൊന്നുമല്ല ഗൈസ്, ഇത് ഹ്യൂമറെ കഴിവാണ്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറാണ്, അതാണ്. ആയിരിക്കും ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്താണ് ഇപ്പം എന്ത് ശബ്ദം കേട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഗൈസ് ഗോൾ. എനിക്കറിയാം ഗൈസ്, എനിക്കറിയാം ഗോള് കയറത്തില്ല. അത് ഗോള് കയറുന്നതാണ് സത്യത്തിൽ, പക്ഷെ അത് കയറത്തില്ല. ബിക്കോസ് അവന്മാർ ലെജൻഡറി പ്ലേയേഴ്സാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞേ, അവന്മാരൊക്കെ ലെജൻഡ്. ഗൈസ് കണ്ടോ നമ്മളവിടെ വീണിട്ട് അവന്മാരൊരു പെനാൽറ്റി പോലും കേസ് റഫറി തന്നില്ല. ഇപ്പം എങ്ങനെ നമ്മളങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഉടനെ തന്നേനെ കേസ്. ഉടനെ നമുക്ക് യെല്ലോ കാർഡോ റെഡ് കാർഡോ കിട്ടിയേനെ. റെഡ് കാർഡ് കിട്ടിയേനെ, യെല്ലോ കാർഡല്ല കേസ് കിട്ടുന്നത്. നമ്മുടെ ടച്ചില്ല. റിസർവർ ഗൈസ്, എനിക്ക് വയ്യടാ. ഇത് എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഇത് ഓട്ടോ ആണ് ഇപ്പോൾ കളിക്കുന്നത്. പക്ഷേ ഗൈസ്, ഓട്ടോ ഇട്ട പണിയാവും. അവന്മാർ ഗോൾ അടിക്കട്ടെ ഗൈസ്. ഞാൻ എൻ്റെ ഗോളിൽ തന്നെ ടാക്കിൾ ചെയ്തിട്ട് ഞാൻ അവനെയാണ് ഈ ടാക്കിൾ ചെയ്യാൻ നോക്കിയത്. പക്ഷെ എൻ്റെ തന്നെ ഗോളിൽ ഞാൻ ടാക്കിൾ ചെയ്തു. ഇപ്പോൾ നോക്കിയോ, കണ്ടോ ഗൈസ്, കണ്ടോ അവൻ്റെ കാലെ ചെറുതായിട്ട് കട്ടി. നിങ്ങൾക്കിപ്പോൾ കട്ടപ്പോൾ ചിലപ്പോൾ തോന്നിയില്ലായിരിക്കും. ഇപ്പോൾ സമയം കഴിയും. റൊണാൾഡോ ഗൈസ്, നിങ്ങളോർത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, റൊണാൾഡോ നസറോ ആണ്. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു നാൾ ഗൈസ്, അതിൻ്റെ വാക്കാണ്, ഒരു നാൾ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വാങ്ങുന്നതായിരിക്കും. അത് ഞാൻ പറയുന്നതല്ല, വെച്ചാൽ ഞാൻ സംശയത്തിന് പറയുന്നില്ല, നോക്കാമെന്ന് വാങ്ങുന്നു. പക്ഷെ ഒരു നാൾ, ബട്ട് ഇപ്പോഴൊന്നുമില്ല ഗൈസ്. ഓട്ടന്മാർ ആ ടച്ചിന് കേസ് ഗോൾ അടിക്കായിരുന്നു ഇവന്മാർക്ക്. ഇന്ന് ഞാൻ വീഴ്ത്തി ഇവനെ. പെനാൽറ്റി കിട്ടിയാലും കുഴപ്പമില്ല. ഗൈസ്, അത്ര ഇടാൻ തലവണ്ട അടിച്ച് വീണ്. ഇനിയും വരട്ടെ. ഇവിടെ പൊട്ടാ ഷൂട്ട് അടിക്കണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഷൂട്ടല്ല, സ്ലൈഡാണ് ചെയ്തത്. എന്തോ അകത്തോട്ട്
എടാ അത് ഗോളാണ്, അവന്മാർ കൊണ്ടുപോയി ഇട്ടത്. അവന്മാർ തന്നെ അവന്മാരെ ഗോൾ പോസ്റ്റ് കൊണ്ട് കയറ്റി. അത് ഗോളാണ് ഗേസ്. എന്താണ് എന്തൊരു പരിപാടിയാണ് ഗേസ്. കാരണം നമ്മൾ ഫെയിൽഡായി. കുഴപ്പമില്ല ഗേസ്, നമുക്കെന്തായാലും അടുത്ത വട്ടം ട്രൈ ചെയ്യാം. അത് നമുക്ക് വിഷയമില്ലാത്ത കാര്യമാണ്. നമ്മൾ അടുത്ത ട്രൈ ചെയ്യും, നമ്മൾ ജയിക്കും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് വിൻ ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ട്രോഫി വാങ്ങിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എന്തായാലും എനിക്കൊന്നും പറയാനില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.